അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, നമ്മൾക്ക് ഇനി പുതിയതായിട്ട് ചില അറബി മലയാള അക്ഷരങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതുവരെ പഠിച്ചതായ ഓരോ അക്ഷരങ്ങൾ: അലിഫ്, ഹംസയുണ്ട്, ബാ, താ, സാ, ജീമ്, ഹാ, ഹാ, ദാല്. ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞതായ പാഠത്തിൽ പഠിച്ചത്. അൽ വഹദത്തു അൽ ഹാദിയ അശറ, പാഠം 11. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ല ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുകൂടി പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വരുന്നതാരാണ്? വരുന്നതാരാണ്? ഇതൊരു സംഭാഷണം പോലെയാണ്, ഒരു കഥ പറയാ. അതാ നമ്മൾ വീട്ടിലിങ്ങനെ നോക്കി പറയില്ലേ, പുറത്തേക്ക് നോക്കിയിട്ട് അതാ വരുന്നതാര് എന്നതുപോലെ. വരുന്നതാരാണ്? എല്ലാവരും അങ്ങോട്ട് നോക്കി. അവിടെ ഉണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ഇങ്ങനെ നോക്കി. വരുന്നത് ആരാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വലിയ ധീരതയുള്ള മനുഷ്യനാണ്, ധൈര്യശാലിയാണ്, ഭയങ്കര ശക്തിയും എല്ലാ വിഷയത്തിലും ധൈര്യമുള്ള വലിയ ആളാണ്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരാണ് വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയോ? അകത്തേക്ക് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നോ ഉള്ളിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വിനയത്തോടെ നിന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വളരെ വിനയത്തോടു കൂടിയാണ് നിന്നത്. നല്ല പാവമുള്ള രീതിയിൽ നിന്നു. ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് അഹങ്കാരം കാണിച്ചില്ല. ഞാൻ ശക്തിമാൻ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെക്കാൾ വലിയതായ രീതിയിൽ നിന്നില്ല. വളരെ താഴ്മയുള്ള വിധത്തിലാണ്, വിനയത്തോടു കൂടെയാണ് നബി തങ്ങളുടെ അടുക്കൽ ആര് നിന്നത്? ഉമർ റളിയല്ലാഹു അൻഹു നിന്നു. ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എങ്ങനെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നുകൂടി പറയൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدا رسول الله. ഇത് നല്ല രീതിയിൽ നമ്മൾ കൂടുതൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് ബൈഹാർട്ട് ചെയ്യണം, കാണാതെ പറയാൻ കഴിയണം. ഇതാണ് ഷഹാദത്ത് കലിമ. ഒരാൾ ശരിയായ രീതിയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ചൊല്ലേണ്ടത് ഇതാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ഒരു സ്ഥാനമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കണമെങ്കിലുള്ളതായ വളരെ പ്രധാനമായിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലേണ്ടതായ ഒരു കലിമയാണ് ഷഹാദത്ത് കലിമ. ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ താഴെ പഠിക്കുന്നത്. അല്ലാഹു അല്ലാതെ
ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ ആരാധിക്കുന്നത്, നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടി. നോമനുഷ്ഠിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി. എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അത് നമ്മളുടെ മനസ്സിൽ ഉറപ്പിക്കണോ. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു. മുഹമ്മദ് നബി നമ്മളുടെ ആരാണ്? നമ്മളുടെ നബിയാണ്, അല്ലേ? നമ്മൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതായ പ്രവാചകനാണ് എന്ന് നമ്മളുടെ മനസ്സിൽ എന്താക്കുന്നുണ്ട്? നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും തക്ബീർ ചൊല്ലി. തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിന്ന്. എന്തിനാ തക്ബീർ ചൊല്ലിയേ? ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒച്ചത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എല്ലാവരും തക്ബീർ ചൊല്ലി. മനസ്സിലായില്ലേ? ആ, ഇനി നോക്കൂ, അറബി മലയാളത്തിൻ്റെ ചില അക്ഷരങ്ങളാണ് ഇവിടെ. ജ, ജ, ച, ച. ച എഴുതുമ്പോൾ താഴെ 3 പുള്ളികളാണുള്ളത്. ഞ, ഞ. ഞ എഴുതുമ്പോൾ താഴെ 3 പുള്ളിയും മേലെ 1 പുള്ളിയുമാണുള്ളത്. ഓക്കെ അല്ലേ? ജ, ജ, ച, ച, ഞ, ഞ. താഴെ നോക്കൂ, ദ, ദ, ട, ട, ഡ, ഡ, ഠ, ഠ. ഒന്നുകൂടി നോക്കൂ, ദ, ദ, ട, ട, ഠ, ഠ. ഇതാണ് അറബി മലയാളത്തിൻ്റെ ചില അക്ഷരങ്ങൾ. ഉത്തരം കണ്ടുപിടിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്ന ആളാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്നത് എങ്ങനെയാണ്? വിനയത്തോടെ നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു കലിമ ഷഹാദ ചൊല്ലിയപ്പോൾ തക്ബീർ ചൊല്ലിയതാരാണ്? സ്വഹാബികൾ. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ. ഉമർ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ ചൊല്ലിയത് എന്താണ്? ഷഹാദത്ത് കലിമ, അല്ലേ? അതേപോലെ തന്നെ അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അർത്ഥം കണ്ടെത്താം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനിൽ മറ്റാരുമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് മുഴുവനായിട്ട് ചെയ്ത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ. അപ്പോൾ ഇതിനൊക്കെയുള്ളതായ ആൻസർ നിങ്ങളുടെ റഫ് പുസ്തകങ്ങളിലോ മറ്റു പുസ്തകങ്ങളിൽ എഴുതി ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ചോദിക്കുകയും കുട്ടികൾ ഉത്തരം പറയുകയും ചെയ്യണം. പ്രത്യേകിച്ചും ഇവിടെയുള്ളതായ ഓരോ അക്ഷരങ്ങളും നല്ല രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കും അങ്ങനെ നിന്ന് ഈ ഭാഗത്തേക്കും തിരിച്ചും മറിച്ചും വായിക്കാൻ കുട്ടികളെ കൊണ്ട് കഴിയണം. കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുകൾ അധികരിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.